മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ നിലമ്പൂർ രാജ്യറാണി എക്സ്പ്രസിൽ വെച്ച് യുവതിയെ പാമ്പ് കടിച്ചതായി സംശയം. ആയുർവേദ ഡോക്ടർ ഗായത്രിക്കാണ് പാമ്പ് കടിയേറ്റതായി സംശയിക്കുന്നത്. ട്രെയിനിന്റെ ബർത്തിൽ കിടക്കുകയായിരുന്നു ഗായത്രി. പാമ്പിനെ കണ്ടതായി യാത്രക്കാർ പറഞ്ഞു. യുവതിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എസ് വിനേഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. വിനേഷ്, ഇത് എപ്പോഴായിരുന്നു സംഭവം? യുവതിയുടെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടോ? ഒപ്പം പാമ്പ് തന്നെയാണ് ഇതെന്ന പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ടോ? സജിത്ത്, അവരിപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത് പാമ്പാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം ഇവർ പാമ്പിനെ കണ്ടിട്ടില്ല അവിടെ. പക്ഷേ ആ കോച്ചിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരാൾ, അതായത് ഗായത്രിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരാൾ പാമ്പ് പോകുന്നത് കണ്ടു എന്നുള്ളൊരു സംശയമാണ് പറഞ്ഞിട്ടുള്ളത്. സംശയം മാത്രമാണ്, പക്ഷേ ഇത് സ്ഥിരീകരണം എന്തായാലും അവരെ വിദഗ്ധ പരിശോധന നടത്തിയ ശേഷമായിരിക്കും സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. എന്നാലും ഇന്ന് രാവിലെ നിലമ്പൂർ എക്സ്പ്രസിലാണ്, രാജാറാണി എക്സ്പ്രസിലാണ് സംഭവം. എന്നാലും നമുക്കറിയാം, കഴിഞ്ഞ ഏപ്രിലും ഇതുപോലെ തന്നെ ഗുരുവായൂർ മധുര എക്സ്പ്രസിൽ ഒരാളെ പാമ്പ് കടിച്ച സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന് മുമ്പ് പലതവണ അതുപോലെ തന്നെ ഈ കോച്ചുകളിൽ പാമ്പ് കയറുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ട്രെയിനിനകത്ത് പാമ്പ് കയറുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യമായ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. പക്ഷേ ആളുകൾ പരിഭ്രാന്തരാവരുത് എന്നാണ് റെയിൽവേ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും പരിശോധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. അവരെ പരിശോധന നടത്തി അവരെ ഇപ്പോൾ പെരിന്തൽമണ്ണ ആശുപത്രിയിലാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിശോധന നടത്തിയ ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ട്രെയിനിൽ വെച്ച് യുവതിക്ക് പാമ്പ് കടിയേറ്റു എന്ന സാഹചര്യമാണ്. ഒരുപക്ഷെ ഇത് പാമ്പ് തന്നെയാണെന്നുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണ്ടിവരും. അതിനുവേണ്ടിയുള്ള ജാഗ്രതയിലാണ്. എന്തായാലും യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം.